സാത്താൻകുളം കസ്റ്റഡി കൊലക്കേസിൽ 9 പോലീസുകാർക്ക് വധശിക്ഷ. തൂത്തുക്കുടി സാത്താൻകുളം കസ്റ്റഡി കൊലക്കേസിൽ കുറ്റക്കാരായ 9 പോലീസ് ഉദ്യോഗസ്ഥർക്കും വധശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് വിലയിരുത്തിയാണ് മധുര 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയുടെ നിർണായകമായ വിധി. ജഡ്ജി ജി മുത്തുകുമാരനാണ് വിധി പ്രസ്താവിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ മരിച്ചവരുടെ കുടുംബത്തിന് പ്രതികളായ ഉദ്യോഗസ്ഥർ 1.40 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് നേരത്തെ വിചാരണ കോടതി കണ്ടെത്തിയിരുന്നു. CC മുകുന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് പോലീസ് കസ്റ്റഡിയിൽ. നാട്ടികയിലെ BJP സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അസ്ഹർ മജീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിപ്പിച്ചതിനാണ് അറസ്റ്റ്. ഇയാളുടെ ഫോണിൽ നിന്ന് വാട്സ്ആപ്പ് സന്ദേശം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഗീതാ ഗോപി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ വാട്സ്ആപ്പിലൂടെ അയച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അസ്ഹർ മജീദിനെ അറസ്റ്റ് ചെയ്തത്. നിയമ നടപടിയുമായി TN പ്രതാപൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിനായി വോട്ട് മറിക്കാൻ 8 കോടി രൂപ വാങ്ങിയെന്ന നാട്ടികയിലെ മുൻ കോൺഗ്രസ് പ്രവർത്തകൻ PK ഫിറോസിന്റെ ആരോപണത്തിനെതിരെ നിയമ നടപടിയുമായി UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്തിയതിന് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രതാപൻ വക്കീൽ നോട്ടീസ് അയച്ചു. ഹരിപ്പാട് BJP സ്ഥാനാർത്ഥിക്കെതിരെ പരാതിയുമായി UDF. BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പുറത്തിറക്കിയ AI വീഡിയോയിൽ UDF സ്ഥാനാർത്ഥിയും ഹരിപ്പാട് MLA-യുമായ രമേശ് ചെന്നിത്തലയെ അധിക്ഷേപിക്കുന്നതായി പരാതി. AI വീഡിയോയ്ക്കെതിരെ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ചെന്നിത്തലയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അനിൽ B കളത്തിലാണ് പരാതി നൽകിയത്. വയനാട് തുരങ്കപ്പാത നിർമ്മാണത്തിന് സ്റ്റേ ഇല്ല. അനുമതി തടയണമെന്ന അപ്പീൽ സുപ്രീം കോടതി തള്ളി. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് പദ്ധതിക്ക് അനുമതി നൽകിയതെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണെന്നും കോടതി ഇടപെടൽ പദ്ധതി വൈകിപ്പിക്കാൻ മാത്രമേ കാരണമാകൂ എന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിലയിരുത്തി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതയുള്ള മേഖലയിലാണ് നിർമ്മാണമെന്ന ഹർജിക്കാരുടെ വാദത്തെ കോടതി മുഖവിലക്കെടുത്തില്ല. രഞ്ജിത്തിനെതിരെ കൂടുതൽ തെളിവുകൾ. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യും. ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചതിന് ശേഷമാകും ചോദ്യം ചെയ്യലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മകേഷ് കുമാർ പറഞ്ഞു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. ഭരണനേട്ടങ്ങൾ എണ്ണി പറഞ്ഞ 2-ാം LDF സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് LDF സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ കണക്ക് അവതരിപ്പിക്കുന്നത് ഉത്തരവാദിത്തമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകിയതായും 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ജനപക്ഷ നേതാക്കൾ മുസ്ലിം ലീഗിൽ ചേർന്നു. രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലെത്തുകയും സംസ്ഥാനത്തെ ഇടതുപക്ഷ മുന്നണി അവരോട് തന്ത്രപരമായി സന്ധി ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗമായതായി കേരള ജനപക്ഷം നേതാക്കൾ. ജനപക്ഷ പാർട്ടിയുടെ ഓഫീസ് ചാർജുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷൈജോ ഹസന്റെ നേതൃത്വത്തിൽ 50ഓളം ജനപക്ഷം പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചവരും ലീഗിന്റെ അംഗത്വം സ്വീകരിച്ചു. PK കുഞ്ഞാലിക്കുട്ടി അംഗത്വം നൽകി. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകി TP രാമകൃഷ്ണൻ. ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ലെന്നും രാമകൃഷ്ണൻ മറുപടിയിൽ പറയുന്നു. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് ഏറെ വിവാദമായിരുന്നു. തൊട്ടുപിന്നാലെ UDF സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലി മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നുവെന്ന ആക്ഷേപം LDF-ന് ഇല്ലെന്ന് വിശദീകരിച്ച് TP രാമകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. ഷാഫിയുടെ റോഡ് ഷോയ്ക്കിടെ CPM കൊടിയുമായി എത്തി പ്രതിഷേധം. തൃപ്പൂണിത്തുറയിൽ ഷാഫി പറമ്പിൽ MPയുടെ റോഡ് ഷോ അലങ്കോലപ്പെടുത്താൻ ശ്രമമെന്ന ആരോപണം. UDF സ്ഥാനാർത്ഥി ദീപക് ജോയിയുടെ പ്രചരണത്തിനായി സംഘടിപ്പിച്ച റോഡ് ഷോയാണ് CPIM പ്രവർത്തകൻ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇന്നലെ വൈകുന്നേരം 4:30ഓടെയാണ് വാഹന പ്രചാരണ ജാഥ എത്തിയത്. അനൗൺസ്മെന്റ് വാഹനത്തിൽ പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം കേൾപ്പിച്ചതിൽ പ്രകോപിതനായ ആൾ CPMന്റെ കൊടികളുമായി അവിടെ കൂടി നിന്ന UDF പ്രവർത്തകർക്കിടയിലേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഓടിക്കയറി. ഇയാൾ മദ്യപിച്ചിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു.